ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നട തുറന്നിരിക്കുന്നതും ശ്രീകോവിലങ്ങ് തുറന്നിരിക്കുന്നതും ദീപങ്ങളൊക്കെ തെളിഞ്ഞിരിക്കുന്നതും ഒക്കെ കണ്ടിട്ട് തിരുമേനി അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ്. തുടർന്ന് തലേ ദിവസം ആ പ്രീതിയോട് പറഞ്ഞതൊക്കെ ഓർമ്മിക്കുകയാണ്, തനിയെ ദീപങ്ങൾ തെളിയുമെന്നതൊക്കെ. അന്നേരം ഈശ്വരൻ എല്ലാവരോടും മാപ്പ് നൽകണേ, ഞാനും എന്തെങ്കിലും അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് തരണേ, ഈ ലോകത്തിന് മൊത്തം അനുഗ്രഹം ചൊരിയണേ എന്നൊക്കെ പറഞ്ഞ് താണ് വീണങ്ങ് തൊഴുകയാണ് തിരുമേനി. അവിടെ നിന്നിട്ട് ഒരു മാപ്പ് പറച്ചിലെന്നതുപോലെ. തുടർന്ന് ശാരദാമ്മ കരുണാകരനാരുടെ ഹോട്ടലിലേക്ക് രാവിലെ ജോലിക്കായിട്ട് എത്തുമ്പോൾ അവിടെ ഒരു പയ്യൻ നിൽക്കുകയാണ്, ശരത് എന്നാണ് പേര്. അന്നേരം കരുണേട്ടൻ്റെ വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞു ശാരദാമ്മയോടൊന്ന് പറയുകയാണ്. ചിലപ്പോൾ ഇൻ്റർവ്യൂവോ മറ്റോ കാണുമെന്ന് പറയുമോ, ഇൻ്റർവ്യൂ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഗീത ചേച്ചിയാണ് കരുണേട്ടൻ്റെ ഭാര്യ. ഭയങ്കര സംശയ രോഗിയാണ്. ഇവിടെ പെണ്ണുങ്ങൾ ആരെയും ജോലിക്ക് നിർത്താനില്ല, നിർത്തുന്നുണ്ടെങ്കിലും കിളവികളെ മാത്രമാണ് നിർത്തുന്നത്. കരുണേട്ടൻ ഹോട്ടലിൽ നിന്ന് ചെന്നാലും 1/2 മണിക്കൂർ പരിശോധനയാണ്. നീളമുള്ള മുടിയുണ്ടോ, ഷർട്ടിൽ എന്തെങ്കിലും ബെർണിട്ടുണ്ടോ എന്നൊക്കെ ആയിട്ടെന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മ ആകെ പേടിക്കുകയാണ്. എന്തായാലും ഗീത ചേച്ചിയുടെ അനുവാദം ഇല്ലാതെ നിർത്തില്ല. പിന്നെ യാമിനി ചേച്ചി ഇടപെട്ടത് കൊണ്ടാണ് നിർത്തിയത്. യാമിനി ചേച്ചി എന്ന് പറയുന്നത് മോളായിരിക്കും, ആ ഡോക്ടർ കുട്ടിയായിരിക്കും. അതെന്ന് എന്തായാലും ചേച്ചി അങ്ങോട്ട് ശാരദാമ്മ അങ്ങോട്ട് ചെല്ലുമെന്നും പറഞ്ഞ് ഈ ശരത് എന്ന പയ്യൻ ശാരദാമ്മയെ കരുണാകരനാരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. അന്നേരം ശാരദാമ്മ ആകെ പേടിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. തുടർന്ന് ശരത്തിനോട് വന്ന് കരുണാകരനാർ ചോദിക്കുന്നുണ്ട്, ശാരദാമ്മ പരീക്ഷയിൽ പാസ്സാവുമോ എന്ന്. അന്നേരം എനിക്കറിയില്ല, എന്തായാലും പോയിട്ടുണ്ടെന്ന് ശരത്ത് പറയുകയാണ്. ഇതേസമയം കുടുംബശ്രീ ഹോട്ടലിൽ രാജി ഭക്ഷണമൊക്കെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ്. ശാരിക അന്നേരം ഹോട്ടലിലില്ല. അന്നേരം ഭക്ഷണം കഴിച്ച ശേഷം ഒരു പെൺകുട്ടി പൈസ എത്രയും ചോദിക്കുമ്പോൾ 10 രൂപ എന്ന് പറയുന്നുണ്ട്. അന്നേരം ക്യാഷ് വാങ്ങാനായിട്ട് രാജി ഇങ്ങനെ കൈ നീട്ടുമ്പോൾ ബാലേന്ദ്രൻ എവിടെന്നോ കാറിൽ വരികയാണ്. എന്നിട്ട് ആ പൈസ അങ്ങ് വാങ്ങിയിട്ട് ക്യാഷ് സെറ്റിൽഡ് എന്ന് പറഞ്ഞിട്ട് ഇനി ഹോട്ടൽ നടത്താൻ പോകുന്നത് ബാലചന്ദ്രനാണെന്നും പറഞ്ഞ് പൈസ അങ്ങ് പോക്കറ്റിലേക്ക് വെക്കുകയാണ്. അന്നേരം വൃത്തികേട് കാണിക്കില്ല, പൈസ ഇങ്ങോട്ട് താന്നും പറഞ്ഞ് രാജി പൈസ ഇങ്ങനെ പോക്കറ്റിൽ നിന്ന് എടുക്കാനായിട്ട് വരുന്നുണ്ട്. അന്നേരം ഇങ്ങനെ ചാടി ശരീരത്തോട്ട് കയറല്ലേ, കുളിര് എന്നും പറയുമ്പോൾ എന്നും പറഞ്ഞ് രാജി അങ്ങ് തിരിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് ക്യാഷ് കൗണ്ടറിലെ കസേരയിലേക്ക് ഇരുന്നുകൊണ്ട് ഇനി മുതൽ ബാലേന്ദ്രനാണ് ഹോട്ടൽ നടത്താൻ പോകുന്നത്, എന്താടി പറഞ്ഞ കേട്ടില്ലേടി എന്നും പറഞ്ഞ് രാജിയുടെ നേരെ ചാടി കടിക്കുകയാണ്. തുടർന്ന് രാജിയാണെങ്കിൽ അങ്ങ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്, ശാരികയെ വിളിക്കാനാണെന്ന് തോന്നുന്നു. അതേസമയം അകത്തിരിക്കുന്ന ഒരാൾ ചോദിക്കുന്നുണ്ട്, പെണ്ണുങ്ങൾ മാത്രം നടത്തുന്ന ഹോട്ടലിൽ വന്ന് ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കുന്നത് അതിക്രമമല്ലേ എന്ന്. അന്നേരം ആ പെണ്ണുങ്ങളുടെ കയ്യിലിരിപ്പ് കൂടി നന്നാവണമെന്ന് പറഞ്ഞ് അയാളെ അങ്ങ് ആക്ഷേപിക്കുകയാണ് ബാലചന്ദ്രൻ. തുടർന്ന് ബാലേന്ദ്രൻ പറയുകയാണ്, ശാരികയ്ക്ക് ഹോട്ടൽ തുടങ്ങാനും എല്ലാത്തിനുമായിട്ട് ലക്ഷങ്ങളാണ്, കൊടയും വടിയും മേശയും കസേരയൊക്കെ ആയിട്ട് ലക്ഷങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പൊടിഞ്ഞു, അത് അവളായിട്ട് തരാനായിട്ട് താല്പര്യം കാണിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഈ കട എപ്പോഴും ഇവിടെ തുറന്നു വെച്ചാലും ഞാനിവിടെ വന്നങ്ങ് പിരിക്കാനായിട്ട് തീരുമാനിച്ചു എന്നും പറഞ്ഞ് ഓരോ പഴമൊക്കെ തൊലിച്ച് നിന്ന് അവരോടൊക്കെ സംസാരിക്കുകയാണ്. നിങ്ങളുടെ കാശാണെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുത്താൻ തയ്യാറല്ലല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് രാജി ചെന്ന് ശാരികയോട് പറയുന്നുണ്ട്, ബാലേന്ദ്രൻ വന്ന് അക്രമം കാണിക്കുകയാണ്, നമ്മൾ കൊടുക്കുന്ന ചായയുടെയും ഊണിൻ്റെയും ഒക്കെ കാശ് അവൻ വാങ്ങി പോക്കറ്റിലിടുകയാണെന്നും പറഞ്ഞ് രാജി ശാരികയോട് ചെന്ന് പറയുകയാണ്. തുടർന്ന് രാജി പൊയ്ക്കോ, ഞാൻ വരാമെന്നും പറഞ്ഞ് രാജിയെ ശാരിയെ അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട്. ഇതേസമയം ബാലേന്ദ്രൻ പറയുകയാണ്, പിന്നെ ഈ ഹോട്ടൽ നടത്തിച്ചില്ല, ആ ഹോട്ടൽ കത്തിച്ചതും ശാരികയാണെന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്നവർ നുണ പറയല്ലേ എന്നൊക്കെ രാജിയും വന്ന് പറയുന്നുണ്ട്. അന്നേരം എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് അവരോടൊക്കെ ആയിട്ട് പറയുന്നുണ്ട്, ചുളയിൽ മധുവിനാണ് ഇവൾ കൊട്ടേഷൻ കൊടുത്തത്, എന്നിട്ട് കത്തിക്കാൻ വന്നപ്പോൾ ഇവളങ്ങ് തകർത്ത് അഭിനയിക്കുകയും ചെയ്തു, അവരുടെ ദേഹത്തേക്കാണെങ്കിൽ ഇവൾ ഓലക്കീറെടുത്ത് എറിഞ്ഞു, ദേഹമാസകലം പൊള്ളി, അവൻ ചികിത്സയാണ്, അവൻ്റെ ചികിത്സ മൊത്തം വഹിക്കുന്നത് ആരാണെന്ന് അറിയാമോ ചോദിക്കുകയാണ്. അന്നേരം ആരാൻ ചോദിക്കുമ്പോൾ അതല്ലേ രസം എന്നൊക്കെ പറഞ്ഞ് ഓരോ കഥകളൊക്കെ ആയിട്ട് അങ്ങ് ബാലേന്ദ്രൻ പറയാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് ശാരിക വരികയാണ്. അവനെ ഈ നിലയിലാക്കിയവരാണ് അവന് കൊട്ടേഷൻ കൊടുത്തതെന്നും പിന്നീട് അവൻ്റെ ചേച്ചി ഉഷയോട് പറഞ്ഞു. ഉഷയാണെങ്കിൽ ഇവിടെ ചോദിക്കാനായിട്ട് വന്നപ്പോൾ നാട്ടുകാരെ അറിയിക്കാതിരിക്കാൻ വേണ്ടി കേസ് ഒത്തുതീർപ്പാക്കി. അതും ആരാണെന്നറിയാമോ, നമ്മുടെ ശാരദാമ്മ എന്നും പറഞ്ഞാൽ ഉണ്ടായ കഥകൾ മൊത്തം എല്ലാവരോടുമായിട്ട് ബാലേന്ദ്രൻ ഇരുന്നങ്ങ് കസേരയിൽ ഇരുന്നങ്ങ് വരികയാണ്. അത് കേട്ടങ്ങ് അപമാനിതയായിട്ട് ശാരികയും നിൽക്കുന്നുണ്ട്, രാജിയും ബാക്കി എല്ലാവരും അങ്ങ് തകൃതിയായിട്ട് കഥ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഉഷ വന്ന് ഇവിടെ ശാരദാമ്മയുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിക്കൊണ്ട് പോകുന്നത് അവരും കണ്ടിട്ടുണ്ടെന്ന് ആയിരിക്കുന്നവരുമൊക്കെ സമ്മതിക്കുകയാണ്. അപ്പോൾ പിന്നെ അമ്മയും മക്കളുമൊക്കെ ഒന്നായി. ഇവൾ ഉണ്ടാക്കിയ ഹോട്ടൽ കത്തിച്ചാൽ എന്താ, കുടുംബശ്രീ തന്നെ ഇവൾക്ക് അങ്ങോട്ട് കയ്യിൽ കിട്ടിയില്ലേ. അപ്പോൾ പിന്നെ ഞാൻ കാശ് തിരിച്ച് ചോദിച്ചപ്പോൾ ഇവൾ എന്താണ് പറഞ്ഞതെന്നറിയാമോ, ബാലേട്ടൻ ആ കാശ് നഷ്ടം വരില്ല എന്ന്. ഇവളുടെ തട്ടി ഒരു മല്യം പഞ്ചാര വർത്തമാനത്തിലും ഞാനങ്ങ് വീണുപോയി, എന്നെ കരുവാക്കുകയാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും എൻ്റെ കാശ് വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവൾ പറയുക, ഇടയ്ക്കിടയ്ക്ക് ബാലേട്ടൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നോ, ഇവിടെ ആരും ഇല്ലാത്തപ്പോൾ വേണമെങ്കിൽ ഞാൻ അങ്ങോട്ടും വരാം എന്നൊക്കെ പറഞ്ഞങ്ങ് ബാലേന്ദ്രൻ അങ്ങ് ശാരിയെക്കുറിച്ച് അങ്ങ് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുമ്പോൾ ശാരി അങ്ങ് ദേഷ്യം വന്ന് നിൽക്കുകയാണ്. അങ്ങ് നാണക്കേട് കൊണ്ട് രാജിയും അങ്ങ് തലവനിച്ച് നിൽക്കുകയാണ്. അവസാനം ആ വാക്കൊക്കെ കേൾക്കുമ്പോൾ ശാരിയയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. എഴുന്നേക്കട പട്ടി അവിടെ നിന്നെന്നും പറഞ്ഞ് ശാരിയെ അങ്ങ് ഉറഞ്ഞു തുള്ളുകയാണ്.
ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യടിയെന്ന് പറഞ്ഞ് കാലുമേറ്റി ബാലേന്ദ്രൻ ഇരിക്കുമ്പോൾ ഇല്ലെങ്കിലോ എന്നും പറഞ്ഞ് തൻ്റെ സാരി തുമ്പിൽ മറച്ചിരിക്കുന്ന ആ വെട്ടുകത്തി വാക്കത്തി ഇങ്ങനെ കാണിക്കുകയാണ്. അത് കാണുമ്പോൾ ബാലേന്ദ്രൻ ഒന്ന് പേടിക്കുകയാണ്. എന്നിട്ട് നിന്നെ ഞാനെന്നും പറഞ്ഞ വെട്ടുകത്തി എടുത്ത് ഇങ്ങനെ വീശുകയാണ്. പെട്ടെന്ന് ബാലേന്ദ്രൻ കസേരയിൽ നിന്ന് അങ്ങ് തെന്നി മാറുന്നുണ്ട്. എന്നിട്ട് അങ്ങ് ഓടി അങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. മുറ്റത്തേക്ക് ഇറങ്ങുന്ന ബാലേന്ദ്രൻ അങ്ങ് വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഓടി രക്ഷപ്പെടുന്നുണ്ട് ബാലേന്ദ്രൻ. അപ്പോൾ ശാരികയാണെങ്കിൽ പുറകെ കത്തിയും വീശി ഓടുകയാണ്. ഒരുവിധം ബാലേന്ദ്രൻ അങ്ങ് കാറിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് പറയുന്നുണ്ട്, കാശ് മുടക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കത് വാങ്ങാനും അറിയാൻ വേണ്ടി. അന്നേരം വാങ്ങാൻ ഇങ്ങ് വാടാ പട്ടിയെന്നും പറഞ്ഞ് വീണ്ടും ശാരിക നിൽക്കുകയാണ്. അന്നേരം വേണ്ട മോളെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് രാജി പിടിച്ചു നിർത്തിക്കൊണ്ട് നിൽക്കുകയാണ് ശാരിക. ഈ സമയത്തിന് എങ്ങനെയെങ്കിലും ബാലചന്ദ്രൻ കാറും എടുത്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. തുടർന്ന് രാജിയുടെ കയ്യിൽ നിന്നും അങ്ങ് കുതറി മാറുകയാണ് ശാരിക. എന്നിട്ടും വെട്ടുകത്തിയുമായിട്ട് ആ കൂടി നിന്നവരോട് ചോദിക്കുന്നുണ്ട്, ആർക്കൊക്കെയാടാ ശാരികയുടെ ഭൂമിശാസ്ത്രവും ശാസ്ത്രവും ഒക്കെ അറിയേണ്ടത്, ഇങ്ങോട്ട് വരണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ ദേഷ്യത്തോടെ എല്ലാം അലറി വിളിച്ചൊരു ഭ്രാന്തിയെ പോലെ നിൽക്കുകയാണ്. അന്നേരം അവരിൽ ഒരാൾ പറയുന്നുണ്ട്, ഈ പെണ്ണിന് ഭ്രാന്തായെന്ന് തോന്നുന്നു, വാ നമുക്ക് പോകാമെന്നും പറഞ്ഞ് എല്ലാവരും അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരും മുറ്റത്ത് നിന്നവരും എല്ലാവരും അങ്ങ് ഹോട്ടലിൽ നിന്ന് അങ്ങ് പോവുകയാണ്. തുടർന്ന് രാജി ചോദിക്കുകയാണ്, മോളെ ആൾക്കാരെയൊക്കെ ഇങ്ങനെ പിണക്കി വിട്ടാലും ചോദിക്കുമ്പോൾ പോ പുറത്ത്, എനിക്ക് ആരും വേണ്ട, പോ പുറത്തൊന്നും പറഞ്ഞ് ഇങ്ങനെ വെട്ടുകത്തി വീണ്ടും രാജിയുടെ നേരെ ഇങ്ങനെ വീശാനായിട്ട് ഇങ്ങനെ ഓങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം പേടിച്ച് രാജിയും അങ്ങ് കുടുംബശ്രീ വിട്ടു പോവുകയാണ്, അങ്ങ് കയറ്റി കിടന്നു പോകുന്നുണ്ട്. തുടർന്ന് അകത്തേക്ക് കയറുന്ന ശാരികയാണെങ്കിൽ ആ ദേഷ്യവും സങ്കടവും ഒക്കെയാണ് ശാരികയുടെ മുഖത്ത്. കയ്യിലിരിക്കുന്ന ആ വെട്ടുകത്തി കൊണ്ട് ടേബിളിലേക്ക് അങ്ങ് വെട്ടുകയൊക്കെ ചെയ്യുകയാണ്. വിളമ്പി വെച്ചേക്കുന്ന ഭക്ഷണത്തിൻ്റെ മുകളിലാണ് വെട്ടുന്നത്. എച്ചിലൊക്കെ ഇങ്ങനെ മുഖത്തേക്കൊക്കെ തെറിയുന്നുണ്ട്. ശാരികയ്ക്ക് ആരുമില്ല എന്നും പറഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ തറയിലേക്ക് ഡെസ്കിൻ്റെ മുകളിൽ കൂടെ ആ തറയിലേക്ക് അങ്ങ് നിരങ്ങിയിരുന്നങ്ങ് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു വല്ലാത്ത വിഷമം തോന്നുകയാണ് അന്നേരം ശാരികയ്ക്ക്, എല്ലാവരെയും പിണക്കി വിട്ടതിലും മാറ്റി നിർത്തിയതിലും ഒക്കെ ആയിട്ട്. തുടർന്ന് കാണിക്കുന്നത് ഈ കരുണാകരൻ നായരുടെ വീടാണ്. അവിടെ കരുണാകരൻ നായർ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ ഗീത ചായയൊക്കെ കൊണ്ടുവരികയാണ്. അന്നേരം അവരെ ഇതുവരെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞിങ്ങനെ മുറ്റത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അന്നേരം ആരെ എന്ന് ചോദിക്കുമ്പോൾ മകളെ പെണ്ണ് കാണാൻ വരാനായിട്ട് പറഞ്ഞില്ലേ, അവരെയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ ഭാര്യ ഗീതയ്ക്കാണെങ്കിൽ സംശയമാണ്, നിങ്ങളുടെ പത്രം വായന എനിക്ക് സംശയമാണ്, അതിലൊക്കത്തൊരു തൊലിവെളുത്ത സ്ത്രീ വന്നപ്പോഴല്ലേ നിങ്ങളിങ്ങനെ പേപ്പർ വായിക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞങ്ങ് തുടങ്ങുകയാണ്. അന്നേരം നിന്നെ പേടിച്ചാണ് ഞാൻ പത്രവായന അന്നോട്ട് നിർത്തിയെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കടയിലിരുന്ന് വായിക്കാമല്ലോ, പിന്നെ ഇപ്പോൾ ഒരു സുന്ദരി കോതയെ കടയിൽ നിർത്തിയിട്ടില്ലേയും ചോദിക്കുകയാണ്. അന്നേരം സുന്ദരി കോതയോ 3 മക്കളുടെ അമ്മയാണ് അവരെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവരെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, നിനക്ക് ഇപ്പം തന്നെ കാണാമല്ലോ എന്നും പറഞ്ഞ് കരുണാകരൻ നായർ സംസാരിക്കുകയാണ്. ഈ സമയത്ത് ശാരദാമ്മ വരുന്നുണ്ട്. ശാരദാമ്മ വന്ന് മുറ്റത്ത് നിൽക്കുമ്പോൾ ഇവരാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അതേന്ന് പറയുമ്പോൾ അവരെ കണ്ടാലും 3 പിള്ളേരുടെ അമ്മയാണെന്ന് പറയില്ലല്ലോ എന്ന് ഗീത ചോദിക്കുകയാണ്. അന്നേരം അതിനും കൂടി നീ എന്നെ കുറ്റം പറയില്ലേ എന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിക്കുകയാണ്. പക്ഷെ ശാരദാമ്മയെ കാണുമ്പോൾ ഗീതയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അടിമുടി ശാരദാമ്മയെ നോക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ നമസ്കാരമൊക്കെ പറയുമ്പോൾ ഈ കരുണേട്ടൻ പറയുന്നുണ്ട്, പക്ഷേ ഗീതയാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് ഇവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു എന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ കരുണാകരൻ നായർക്ക് കാര്യം മനസ്സിലാവുകയാണ്, കടയിലെ പയ്യൻ അങ്ങനെ പറഞ്ഞത്. തുടർന്ന് പറയുന്നുണ്ട്, അത് മോളുടെ പെണ്ണ് കാണാൻ വരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്, അതും ഒരു ഇൻ്റർവ്യൂ ആണല്ലോ, നമുക്ക് അടുക്കളയിൽ കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ, അതിനാണ് ശാരദാമ്മയെ വിളിച്ചത്, ശാരദാമ്മ അടുക്കളയിലേക്ക് പൊയ്ക്കൊള്ളട്ടെ അല്ലേ ഗീതയും ചോദിക്കുകയാണ്. തുടർന്ന് ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ ഇങ്ങനെ അടുക്കളയിലേക്ക് തിരിയുമ്പോൾ നിന്നേന്ന് പറയുകയാണ്. തുടർന്ന് ശാരദാമ്മയുടെ കഴുത്തിൽ താലി ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഭർത്താവിൻ്റെ കൂടെയാണോ താമസമെന്ന് ഗീത ചോദിക്കുകയാണ്. അന്നേരം അല്ല എന്ന് പറയുമ്പോൾ പിന്നെ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഭർത്താവിന് വേറെ ബന്ധമുണ്ട്, ഭാര്യയും മക്കളും ഉണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ വേറെ കല്യാണം കഴിച്ചിട്ടും നിങ്ങൾ താലി ഇടുന്നുണ്ടല്ലോ, അപ്പോൾ ഭർത്താവിന് വേറെ ബന്ധമുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമാണല്ലേ, ഒരു പുരുഷന് 2 ഭാര്യമാരാവാമല്ലേ, അത് നിങ്ങൾ അംഗീകരിക്കുന്നു അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാരദാമ്മ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. അന്നേരം അതല്ലല്ലോ ഇവിടുത്തെ വിഷയം, മകളുടെ പെണ്ണ് കാണലല്ലേ, ശാരദാമ്മ അടുക്കളയിലേക്ക് പൊക്കോട്ടെ എന്നും പറഞ്ഞ് ശാരദാമ്മ എങ്ങ് അടുക്കളയിലേക്ക് പറഞ്ഞു വിടുകയാണ്. തുടർന്നും ഗീത എങ്ങ് വാദോരാ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മകളുടെ ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ടുണ്ട്, ഇൻ്റർവ്യൂ ഉണ്ടെന്ന് അവൾ എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ഗീത ചോദിക്കുകയാണ്. അന്നേരം മകളുമായിട്ട് നല്ല കമ്പനിയാണല്ലോ, അവൾ പറഞ്ഞതാകുമെന്ന് കരുണാകരൻ നായർ പറഞ്ഞൊഴിയാൻ നോക്കുകയാണ്. അന്നേരം മകളുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്, അവളെയും കൂടി മാനം കെടുത്തല്ലേ എന്നും പറഞ്ഞിങ്ങനെ തൊഴുകയൊക്കെ ചെയ്യുകയാണ് കരുണാകരൻ നായർ. പക്ഷേ ഗീതയ്ക്കാണെങ്കിൽ ശാരദാമ്മയ്ക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. തുടർന്ന് കാണിക്കുന്നത് ഈ ഡോക്ടർ കുട്ടി യാമിനി കൂട്ടുകാരൊക്കെ ചേർന്ന് ഒരുക്കുന്നതാണ് പെണ്ണ് കാണലിന് വേണ്ടിയിട്ട്. തുടർന്ന് ശാരദാമ്മ അടുക്കളയിലേക്കും പോയി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പെണ്ണ് കാണാൻ ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ പെണ്ണ് കാണാനായിട്ട് വരുന്നത് രാജീവാണല്ലോ. രാജീവിനെ ശാരദാമ്മ കാണുമ്പോൾ എന്താണ് എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ. ഇന്നതിൽ വേറെ വിശേഷങ്ങളൊന്നുമില്ല. സുസ്മിതയോ വിഷ്ണുവോ ശാലിനിയോ സത്യഭാമയോ ആരെയും കാണിക്കുന്നില്ല. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ്. താങ്ക് യു.